ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഇത് ഒരു തരം അജ്ഞതയാണ്. ഞാൻ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നു, ഇത് മറ്റൊരു തരം അജ്ഞതയാണ്. മഹാശിവരാത്രി ഒരു മതപരമായ ആഘോഷമല്ല. ഇതിന് ഭൂമിയുടെ ജ്യോതിശാസ്ത്രപരമായ സ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്. ഈ ഭൂമിയുടെ ഏതൊക്കെ സ്ഥാനങ്ങളാണ് നമുക്ക് ഏറ്റവും ഗുണകരമെന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട്. നമസ്കാരം സദ്ഗുരു. മില്ലേനിയൽസ്. ഏത് മില്ലേനിയലാണ് നിങ്ങൾ? നിങ്ങൾ ഏതിലാണ് പെടുന്നത്? ഞാൻ മില്ലേനിയൽ അല്ലേ? ഓരോരുത്തരും പുതിയ ഐഡന്റിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ കാണുന്നത്. എൻ്റെ പ്രായത്തിലുള്ളവർ അവർക്ക് ദൈവത്തിലും മതത്തിലും വിശ്വാസമില്ല. അപ്പോൾ മഹാശിവരാത്രി എൻ്റെ പ്രായത്തിലുള്ളവർക്ക് എങ്ങനെ പ്രസക്തമാകും? Millennials. I don't know any other words. So. ശരി. നോക്കൂ, ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല. ദൈവത്തിൽ മാത്രമല്ല, ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല, ഈ മില്ലേനിയലുകൾ ഉൾപ്പെടെ. ഞാനൊന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ കാണുന്നത് എന്തോ അത് ഞാൻ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഗ്രഹിക്കുന്നത് എനിക്കറിയാം, ഞാൻ ഗ്രഹിക്കാത്തത് എനിക്കറിയില്ല. എന്നാൽ വിശ്വാസം, അവിശ്വാസം, പിന്നെ ഈ പലതരം ഐഡന്റിറ്റികൾ കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ തളർത്തുകയാണ്. കാരണം ഓരോ ഐഡന്റിറ്റിയും ഓർമ്മയിൽ നിന്നുള്ളതാണ്, ശരിയല്ലേ? അതുകൊണ്ട് ഓർമ്മയിൽ വേരൂന്നിയ ഒന്നുമായി നിങ്ങൾ സ്വയം അടയാളപ്പെടുത്തുമ്പോൾ എല്ലാ ഐഡന്റിറ്റികളും ഓർമ്മയിലുള്ളതാണല്ലോ. അത് നിങ്ങളുടെ ഗ്രഹിക്കാനുള്ള കഴിവിനെ തളർത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഓർമ്മയിലുള്ള സാധ്യതകളെ പല പല രീതികളിൽ ചേർത്തുവെച്ച് നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. ഇങ്ങനെയാണ് മനുഷ്യന്റെ ഗ്രഹിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത്. കാരണം ശ്രദ്ധയെക്കാളും ബുദ്ധിയെക്കാളും നിങ്ങൾ മനുഷ്യജീവിതത്തിൽ പ്രാധാന്യം നൽകിയത് ഓർമ്മയ്ക്കാണ്. ഓർമ്മ ഒരു മോശം കാര്യമല്ല, അതുകൊണ്ട് ഉപകാരമുണ്ട്. പക്ഷേ എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ തന്നെ പരതിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ തളർന്നു പോകും. ഓർമ്മയാണ് ബുദ്ധിയെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നാണ് നിങ്ങളുടെ മതം വരുന്നത്, ഇതിൽ നിന്നാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ വരുന്നത്, നിങ്ങളുടെ പല പല സാമൂഹിക നിയമങ്ങളും വരുന്നത്, ഇതിൽ നിന്നാണ് വേറെയും ഒത്തിരി കാര്യങ്ങൾ വരുന്നത്. നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ ദുരിതത്തിലാക്കുന്നതോ ആയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ രാജ്യം, വംശം, മതം, ഇതെല്ലാം വെറും ഓർമ്മകളാണ്, അല്ലേ? ചിലർ ഒരു ഓർമ്മ ഒഴിവാക്കി മറ്റൊന്നിൽ മുറുകെ പിടിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. അവർ ഒരുതരം അജ്ഞതയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു എന്ന് മാത്രം. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നത് ഒരുതരം അജ്ഞതയാണ്. ഞാൻ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നു, അത് വേറൊരു തലത്തിലുള്ള അജ്ഞത. വേറൊരു തലമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ കരുതും നിങ്ങൾ ഉയർന്ന തലത്തിലാണ്. അല്ല, രണ്ടും ഒന്നു തന്നെയാണ്. ഞാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു, ഇത് അജ്ഞതയാണ്. ഞാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു, ഇതും അതുപോലെ തന്നെ അജ്ഞതയാണ്. കാരണം നിങ്ങളുടെ ഗ്രഹണശക്തി നിങ്ങൾ തകർത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു നിഗമനത്തിലെത്തി നിങ്ങൾക്കത് ഓർത്തുവെക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ശരിയല്ല. മഹാശിവരാത്രി അതൊരു മതപരമായ ആഘോഷമല്ല. ഈ ഗ്രഹത്തിന്റെ ജ്യോതിശാസ്ത്രപരമായ ചില മാറ്റങ്ങളുമായി അതിന് ബന്ധമുണ്ട്. സൗരയൂഥമെന്ന് വിളിക്കുന്ന വലിയൊരു കുടുംബത്തിന്റെ ഭാഗമാണ് ഈ ഗ്രഹം. സൗരയൂഥമാകട്ടെ ഗാലക്സികൾ എന്ന വലിയ കുടുംബത്തിന്റെ ഭാഗമാണ്. അടിസ്ഥാനപരമായി ഇവിടെ ഒന്നും പരസ്പര ബന്ധമില്ലാതെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇത് നാം തിരിച്ചറിയുന്നു. അതായത് ചില പ്രത്യേക സമയങ്ങളിൽ, ചില സ്ഥാനങ്ങളിൽ ഈ ഗ്രഹം ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നു. ഇതിൽ ഏത് ഗ്രഹനിലകളാണ് നമുക്ക് ഏറ്റവും ഗുണകരമെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
ആ അർത്ഥത്തിലാണ് മഹാശിവരാത്രി നമ്മൾ ആഘോഷിക്കുന്നത്. വർഷത്തിൽ 12-13 ശിവരാത്രികളുണ്ട്. എല്ലാ മാസം 14-ാം ദിവസം ശിവരാത്രിയാണ്. ഊർജത്തിന് സ്വാഭാവികമായ ഉയർച്ചയുള്ള ഒരു സമയമാണത്. അതിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വരുന്ന പ്രത്യേക ശിവരാത്രിയാണ് നമ്മൾ മഹാശിവരാത്രിയായി അടയാളപ്പെടുത്തുന്നത്. ഉത്തരധ്രുവത്തിൽ വസന്തകാലം തുടങ്ങുന്ന സമയമാണത്. ആ ദിവസം നിങ്ങളുടെ ശരീരത്തിൽ വലിയ സ്വാധീനമുണ്ടാകും. ഊർജം സ്വാഭാവികമായ മുകളിലേക്ക് പ്രവഹിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഊർജപ്രവാഹമുള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അത് ശരീരത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് ശരീരം ലംബമായി നിവർത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഊർജം മുകളിലേക്കാണ് നീങ്ങുന്നത്. നിങ്ങൾ ഇങ്ങനെ കിടന്നാൽ അത് ശരിയാകില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കണം. എങ്ങനെ ഉറങ്ങാതിരിക്കും? ചിലർ ബാറിൽ പോകും. അതെ, ഞാൻ പറയുകയാണ്. ചില ആളുകൾ രാത്രി മുഴുവൻ ചീട്ട് കളിക്കും. അതെ, അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ചിലർ സിനിമയ്ക്ക് പോകും. ആ രാത്രി നൈറ്റ് ഷോ കൊണ്ട് അവസാനിക്കുന്നില്ല. നേരം വെളുക്കും വരെ 3 സിനിമകളുണ്ടാകും. ഏതെങ്കിലുമൊക്കെ സിനിമകളുണ്ടാകും. സാധാരണയായി ശിവനെക്കുറിച്ചുള്ള ഏതെങ്കിലും ഭക്തി സിനിമകളായിരിക്കും. അതുകൊണ്ട് ഇതൊരു അവസരമാണ്. നിങ്ങൾ ഏത് മില്ലേനിയത്തിൽ ജനിച്ചവരായാലും ഇതൊരു വലിയ അവസരമാണ്. അതായത് ഈ ഗ്രഹവും ഈ വലിയ പ്രപഞ്ച വ്യവസ്ഥയും തന്നെ നിങ്ങളെ മുകളിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന വലിയൊരു അവസരമാണിത്. ദയവായി ഇത് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ 20-ാം നൂറ്റാണ്ടിലാണോ 21-ാം നൂറ്റാണ്ടിലാണോ അതോ ഏത് മില്ലേനിയത്തിലാണ് ജനിച്ചത്, ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും കാര്യമല്ല. കാരണം ഒരിക്കൽ കൂടി പറയട്ടെ, ഇതെല്ലാം നിങ്ങളുടെ വെറും ഓർമ്മകളാണ്. മില്ലേനിയം എന്നത് അസ്തിത്വപരമായ യാഥാർത്ഥ്യമല്ല. അത് സാമൂഹികമായ കാര്യമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്, അല്ലേ? ഇതൊരു പ്രധാന കാര്യമാണ്. നിങ്ങളിത് മനസ്സിലാക്കണം. ആത്മീയത എന്നാൽ നിങ്ങൾ മതങ്ങളിൽ നിന്ന് ഉത്തരവാദിത്വത്തിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ചും യുവതലമുറയ്ക്ക്. അവർക്ക് കുറച്ച് ഉത്തരവാദിത്വം തീർച്ചയായും ആവശ്യമാണ്. നന്ദി.